ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് നാളായി ഈ ഒരു ഓരോ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പലതും ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമ്മളതിലൂടെ ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എങ്കിൽ കൂടി നമ്മുടെ ആശയങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഇതിൻ്റെ ഒരു നമ്മുടെ ചാനൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ പലവർക്കും ഉപകാരപ്പെടുന്നത് ആവാനും ആവാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ച് നാളായി നമ്മുടെ ചില അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ തുടക്കക്കാർക്കും അതുപോലെ തന്നെ നിലവിൽ ചെയ്തുകൊണ്ട് വരുന്നവർക്കും ഉൾപ്പെടെ ഒരുപക്ഷെ ഉപകാരമായേക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ എത്രമാത്രം ശരിയുണ്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് അത് വിലയിരുത്താം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആ ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം, ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റ് എല്ലാവരും, മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് അത് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന് തന്നെ വിവിധ പേരുകളിൽ പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ കൂടുതൽ പേർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളതാണ്. അതിൽ ഒന്ന് MLM എന്ന് പറയും, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. പിന്നെ പറയുന്നൊരു പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പിന്നെ പറയുന്ന പേരാണ് മണി ചെയിൻ. അപ്പോൾ അത്തരം കമ്പനികളും ധാരാളം ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള കമ്പനികളുടേതായിട്ടുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് അതിലുള്ള ഓപ്പർച്യൂണിറ്റികൾ, അതെന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ, നമ്മൾ അറിയുന്ന ഓപ്പർച്യൂണിറ്റികൾ, നമ്മളിത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത അതിൽ ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ ഉള്ള വിവിധ കാര്യങ്ങൾ ഉണ്ട് അതിൽ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ്. അതായത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ തന്നെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഡയറക്റ്റ് സെല്ലിങ് അമേരിക്ക ബേസ് ചെയ്തിട്ട് ധാരാളം കമ്പനികൾ അമേരിക്ക ബേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് തുടർന്ന് വിവിധ രാജ്യങ്ങൾ ഉള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകവ്യാപകമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 2 സെക്ഷനായിട്ടാണ്. 2 സെക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സെല്ലിങ് ഓൺ കൺസൾട്ടിങ് കമ്പനികളും ഓൺ പ്രൊജക്റ്റ് കമ്പനികളും. ഇങ്ങനത്തെ 2 കമ്പനികൾ, കൺസൾട്ടിങ് കമ്പനി, ഓൺ പ്രൊജക്റ്റ് കമ്പനി. അപ്പോൾ എന്താണ് കൺസൾട്ടിങ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം, നമുക്കും തുടങ്ങണം ഒരു ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ, അവർ വേറെ കുറച്ച് പ്രൊഡക്റ്റാണോ ചൂസ് ചെയ്യുന്നതെങ്കിൽ വിവിധ കമ്പനികളിൽ നിന്ന് പ്രൊഡക്റ്റ് അവരൊരു റേറ്റിനൊക്കെ മാനുഫാക്ചറിങ് ചെയ്ത് റിസൾട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ക്വാളിറ്റി ഉള്ളതും അതുപോലെ ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിൽ. അതൊക്കെ നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവരവർ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓൺ പ്രൊജക്റ്റ് ആയിട്ടുള്ള കമ്പനികൾ, ഓൺ പ്രൊജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ഒരു പ്രൊഡക്റ്റ് ബേസിലാണ് വരുന്നതെങ്കിൽ അത് സ്വന്തമായിരിക്കും, കമ്പനിക്ക് സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, R&D എന്ന് പറയും, RD എന്ന് പറയും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പ്ലാന്റ് മേക്കിംഗ് ആയിട്ടുള്ള
പ്രൊഡക്റ്റിന് റോ മെറ്റീരിയൽസ് സ്വന്തമായിട്ട് മേക്ക് ചെയ്യുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ്, സ്വന്തമായിട്ട് ബ്രാൻഡിങ്, സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റിങ്, അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനി ഡയറക്റ്റ് സെല്ലിങ് തുടങ്ങും. പക്ഷേ ഇതിൽ ഈ ഓൺ പ്രൊജക്റ്റ് കമ്പനികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-10% കമ്പനികളെ വരാൻ സാധ്യത ഉള്ളൂ. ബാക്കിയൊക്കെ തന്നെ കൺസൾട്ടിങ് കമ്പനികളാണ്. ഈ കൺസൾട്ടിങ് കമ്പനികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളുകളും മാർക്കറ്റ് ചെയ്യുന്ന ആളുകളും കമ്പനി ഓണേഴ്സും ഒന്നും തന്നെ ഒരു പരസ്പര ബന്ധം കുറവായിരിക്കും. കാരണം വേറൊരു കമ്പനി, ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഏറ്റവും കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ നല്ലത് ഓൺ പ്രൊജക്റ്റ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. കാരണം അതിലത്തെ എല്ലാവിധ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ സ്വന്തം കമ്പനിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനത്തെ കുറച്ച് കമ്പനികൾ ഉണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് പേരുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്, നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു അടുത്തൊരു കാര്യം, ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു മാറ്ററാണ് പ്രധാനപ്പെട്ടത്. അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ